നമസ്കാരം. നമ്മൾ ഇതുവരെ പഠിച്ച 4 പ്രസന്റ് ടെൻസുകൾ വളരെ വ്യക്തമായി ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുകയാണ്. ഓരോ സാഹചര്യത്തിലും വാചകങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന സൂത്രവാക്യങ്ങൾ, ഫോർമുലാസ് നമുക്കിന്ന് ഒന്നുകൂടി നോക്കാം. നമ്മൾ പ്രസന്റ് ടെൻസിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. അവകൾ നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റ്, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ. പ്രസന്റ് കണ്ടിന്യൂവസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ. പ്രസന്റ് പെർഫെക്റ്റ്, തൊട്ടുമുമ്പ് പൂർത്തിയായ കാര്യങ്ങൾ പറയാൻ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടരുന്ന കാര്യങ്ങൾ പറയാൻ. നമുക്ക് വർക്ക് എന്ന വെർബ് വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകും. ഓരോ ടെൻസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ ഒരു വ്യക്തി ചോദിക്കുകയും വേറെയൊരാൾ മറുപടി പറയുന്നതുമായി നമുക്ക് നോക്കാം. അപ്പോൾ വേഗം മനസ്സിലാകും. സിമ്പിൾ പ്രസന്റ്, ഹാബിറ്റ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. സൂത്രവാക്യം എപ്പോഴും ഓർമ്മ വേണം. സബ്ജക്റ്റ് പ്ലസ് V1 SES. അമീൻ, നീ ജോലി ചെയ്യാറുണ്ടോ? ഡു യു വർക്ക്? ഹാഷർ, അതെ, ഞാൻ ജോലി ചെയ്യാറുണ്ട്. യെസ്, ഐ വർക്ക്. ഉപയോഗം, ഒരാളുടെ പതിവ് ശീലത്തെക്കുറിച്ചോ സ്ഥിരമായ കാര്യങ്ങളെക്കുറിച്ചോ പറയാൻ. പ്രസന്റ് Present perfect, just finished. Sutravakyam, subject plus have, has plus V3. Amin, nee joli cheydo? Have you worked? Hashir, ade, njan joli cheydu kazhinju. Yes, I have worked. Ubayogam, ഒരു പ്രവൃത്തി പൂർത്തിയായോ എന്നറിയാൻ. Present perfect continuous, ongoing since past. അമീൻ, നീ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? Have you been working since morning? ഹാഷിർ, അതെ, ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? Yes, I have been working since morning. ഉപയോഗം, പണ്ടു തുടങ്ങി ഇപ്പോഴും തുടരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. അപ്പോ ഈ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ 4 ടെൻസ് വച്ചിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നേ എന്ന് നോക്കാം. ഇനി നിങ്ങൾക്കായി 10 ലളിതമായ ചോദ്യങ്ങൾ നൽകുന്നു. ഇവ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കൂ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. അവൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പോയി കഴിഞ്ഞു. ഞാൻ 2 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുകയാണ്.